ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് കുറച്ച് ചേരുവകളുണ്ട് നമുക്ക് നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനായി ആദ്യം നമുക്ക് 1 കപ്പ് അരിപ്പൊടി വേണം. അപ്പത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. 3/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ റവ, 1/4 കിലോ ശർക്കര, കുറച്ച് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നെയ്യ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, കുറച്ച് ഏലക്കപ്പൊടിയും കറുത്ത എള്ളും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 1/2 കപ്പ് വെള്ളത്തിൽ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര ഉരുകി വരുമ്പോഴേക്ക് നമുക്ക് പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പപ്പൊടിയും മൈദയും റവയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോഡാപ്പൊടി എല്ലായിടത്തും എത്തത്തക്ക വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ശർക്കര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് പൊടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി എള്ളും ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിനായിരിക്കാൻ ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോകരുത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഒഴിക്കാവുള്ളൂ. ഒരു സൈഡ് ഒരു 2 മിനിറ്റ് സമയം മൊരിയണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര വിതറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.